ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്കൊരു എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിൽ മീൻകറി വെച്ച് നോക്കിയാലോ. മത്തിക്കറി ആട്ടെ ഞാനിവിടെ വെക്കുന്നത്. ഇനി എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വലുത്. ഓരോ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോഴാണ് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചുവന്നുള്ളി ആഡ് ചെയ്യുക. എല്ലാം ചതച്ചെടുത്തേക്കാണ് വെച്ചത്. ചതച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്വാദ് കയറും. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു 2-3 ടീസ്പൂൺ മുളകും പൊടി, നിങ്ങളുടെ എരിവ് അനുസരിച്ച് അത് കൂട്ടി കുറക്കെടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഞാനിവിടെ ഫിഷ് മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഫിഷ് മസാല മസ്റ്റല്ല, നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അതിന് പകരം മുളകും പൊടി കൂട്ടിയിട്ടാലും മതി. ഇനി കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് കൈ വെച്ച് നന്നായി തിരുമ്പി കൊടുക്കുക. തിരുമ്പി കൊടുക്കുന്ന മസ്റ്റാണ്. സ്പൂണൊന്നും വെച്ച് ഇളക്കി കൊടുക്കരുത്. കൈ വെച്ച് ഒരു 1 മിനിറ്റ് ഒന്ന് നന്നായി തിരുമ്പി കൊടുക്കുക. അത് വെച്ച് എൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇതാവണ വരെ, ചുവന്നുള്ളിയുടെ വെള്ളാംശം പുറത്തേക്ക് ഇതാവണ വരെ കൈ വെച്ച് നന്നായി തിരുമ്പി കൊടുക്കുക. ഇനി അതിലേക്ക് സാമ്പാർ പൊടി ഞാനിവിടെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലാണ് വെള്ളത്തിൽ വെച്ച്, ഇളം ചൂടുവെള്ളത്തിലാണ് അത് ഇട്ട് വെച്ചിട്ടുള്ളത്. അത് നന്നായി കൈ വെച്ച് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പോരാത്തിന് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ സമയത്ത് തന്നെ നമ്മൾ ആഡ് ചെയ്യണം. പിന്നെ ആഡ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ്. കുടിക്കാനായിട്ടുള്ള വെള്ളം നമ്മൾ ഓൾറെഡി വീട്ടിൽ തിളപ്പിച്ച് വെച്ചിട്ട് അതാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് കൈ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉള്ള മസാലകൾ അതൊക്കെ കൈ വെച്ച് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓൾറെഡി കഴുകി മാറ്റി വെച്ചിട്ടുള്ള മീനും കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റോളം നന്നായി തിളച്ച് വരാനായിട്ട് ഗ്യാസുമ്മ വെക്കാം. ഈ തിളച്ച് വരുന്ന നേരം കൊണ്ട് തന്നെ മീൻ നന്നായിട്ട് വെന്തുണ്ടാവും. ആ വെന്ത് വരുന്ന സമയത്ത് കുറച്ചധികം കറിവേപ്പിലും പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി തിളയ്ക്കാനായിട്ട്, ഒന്ന് കറി കുറുകി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അത് നമ്മുടെ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം. ട്രൈ ചെയ്ത് വെക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ എന്തായാലും അഭിപ്രായം പറയണം. എൻ്റെ ചാനൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.